ഹലോ, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെയാണ് ഞാൻ വിചാരിച്ച് മുറ്റത്തെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല മഴക്കാറുണ്ട് ഇന്ന് നമുക്ക്. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മിക്ക മഴക്കാലം ആയി കഴിഞ്ഞാൽ മിക്ക ദിവസവും മഴയായിരിക്കും കേട്ടോ. നല്ല മഴയൊക്കെ കിട്ടുന്ന ഒരു പ്രദേശമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഈ ഒരു പുട്ടുപൊടിനെ കൊണ്ട് നമ്മൾ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ കറിയൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പുട്ടുണ്ടാക്കി. അപ്പോൾ ഞാനും ദച്ചൂസം മാത്രമേ ഉള്ളൂ കേട്ടോ. അച്ഛനും അമ്മയും കടയിൽ പോയിട്ടുണ്ട്. പിന്നെ ഏച്ചിയാണെങ്കിൽ ഏച്ചി ഇവിടെ ഉണ്ടായിരുന്നു. ഏച്ചി ഇപ്പം അങ്ങ് വീട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി പോയിട്ട് ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടെ പുട്ടൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തോട് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. പണ്ടൊക്കെ ആണെങ്കിൽ തോട്ടിൽ നല്ല വെള്ളമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പം മഴ കുറച്ച് കുറഞ്ഞതുകൊണ്ട് തന്നെ വെള്ളം കുറവാണ്. സാധാരണ വീട്ടിലിരിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ വർത്തമാനം പറയുമ്പോൾ ഒക്കെ വെള്ളത്തിൻ്റെ സൗണ്ട് കൊണ്ട് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും നിന്നൊന്നും ആരും വിളിച്ചാലൊന്നും കേൾക്കില്ലായിരുന്നു കേട്ടോ. അത്രയ്ക്കും സൗണ്ടാണ്. അപ്പോൾ നമ്മൾ പോവുകയാണ് കേട്ടോ തോട്ടിലേക്ക്. അപ്പോൾ നമ്മൾ തോട് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. മുന്നേ കുറേ ചെടി ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ചെടിയും അതുപോലെ തന്നെ മുറ്റത്ത് കുറേ പയർ കൃഷി അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പയറിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് പറിച്ച് കളഞ്ഞു. ഇതുപോലെ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം കേട്ടോ നമുക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അനിയത്തിയും ഏട്ടനും കൂടിയാണ് കയ്യും പിടിച്ച് വരുന്നത്. പിന്നെ അച്ഛൻ നട്ട ചേമ്പൊക്കെയാണ് കേട്ടോ താഴെയുള്ളത്. അപ്പോൾ ഇതാണ് പാലം. ഈ പാലത്തിലൂടെയാണ് ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തേക്കും ഒക്കെ കടക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, തോട് കണ്ടില്ലേ. മുന്നേ ഇത് വലിയ തോടായിരുന്നു കേട്ടോ. പിന്നെ അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരും ഒക്കെ തോട് കെട്ടിയെടുത്തതിന് ശേഷമാണ് ഇത്രയും ചെറുതായത്. ഈ ഒരു തോടിൽ വെള്ളം വരുമ്പോൾ ഉള്ള ഓർമ്മകൾ എന്ന് പറയുമ്പം ഒരു വല്ലാത്തൊരു ഓർമ്മയാണ് കേട്ടോ. പണ്ടൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ കുട്ടികളും ഇപ്പുറത്തെ കുട്ടികളും ഒക്കെ വരും. എന്നിട്ട് ചെറിയൊക്കെ കെട്ടി അതിനകത്ത് നമ്മൾ കുളിക്കുന്ന ഒരു ഓർമ്മയാണ് കേട്ടോ ഈ ഒരു തോട് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഈ തോടൊക്കെ ചെറുതായി. എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തും കെട്ടിയെടുത്തു എന്നെല്ലാം പറഞ്ഞില്ലേ, അതുപോലെ ചെറുതായി. അതുപോലെ തന്നെ വെള്ളവും ഇപ്പം നന്നേ കുറഞ്ഞിട്ടുണ്ട്. ഇത് മേലെ ഒരു കുഴിയുണ്ട് കേട്ടോ. ഒരു മരത്തിൻ്റെ ഉള്ളിൽ വേരിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കുഴിയുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ഉറവയായിട്ട് ഇങ്ങനെ മഴക്കാലമാകുമ്പോൾ തോട്ടിൽ നിറയെ വെള്ളമായിട്ട് വരുന്നത്. അതിനകത്ത് നിന്നാണ് ഈ വരുന്നത് വെള്ളം. അതുപോലെ തന്നെ അലക്കാനും ഒക്കെ നമ്മൾ ഈ തോട്ടിലാണ് കേട്ടോ വരാറ്. പക്ഷേ ഇപ്പം വരാറൊന്നുമില്ല. അലക്കാനൊക്കെ ഉണ്ട്. വേറെ അപ്പുറത്തുനിന്നൊക്കെ ആളുകൾ വരാറുണ്ട് കേട്ടോ. കാടൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ കുറവാണ് വരാറ്. അപ്പം ഞാൻ തോട്ടിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അവരെ ഞാൻ ഇറക്കിയിട്ടില്ല കേട്ടോ. അവരെ മേലെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തോട്ടിൽ ഇറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തോട്ടിലേക്ക് ഇറങ്ങണം കേട്ടോ. കാടാണ് മുഴുവൻ. ഇപ്പം അങ്ങനെ ഇറങ്ങുന്നൊന്നുമില്ലല്ലോ ആരും. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് അലക്കലും എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മേലോട്ടൊക്കെ ഇങ്ങനെ കാടാണ് കേട്ടോ. അപ്പോൾ തോട്ടിലെ ചെറിയ ചെറിയ മീനും ഞണ്ടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ.